എല്ലാവർക്കും നമസ്കാരം. മധുരമിഠായി ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് തച്ചമ്പാറ മുതുകുരിശിയിലുള്ള കുളക്കാട്ട് വീട്ടിൽ ശ്രീരാമൻകുട്ടിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം അപൂർവ നാണയങ്ങളുടെ ശേഖരം തന്നെയുണ്ട്. അദ്ദേഹത്തോട് അതിനെപ്പറ്റി സംസാരിക്കാം. നമസ്കാരം, എൻ്റെ പേര് രാമൻകുട്ടി, മുതുകുരിശി അമ്മണിമുക്ക്. രാമൻകുട്ടി, എത്ര വർഷമായി നാണയ ശേഖരം തുടങ്ങിയിട്ട്? നാണയ ശേഖരം പറഞ്ഞാൽ ഒരു 6-7 വയസ്സുള്ള സമയത്ത് തന്നെ എനിക്ക് നാണയത്തോടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുട്ടിക്കാലം മുതൽ തന്നെ ഈ അന്ന് ചില്ലി പൈസ, 1 പൈസ, ഓട്ടമുക്കാൽ, കുതിരമുക്കാലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് അങ്ങനെ ചിലവാക്കാതെ ശേഖരിച്ച് വെക്കുകയായിരുന്നു. പിന്നീട് 14 വയസ്സിന് ശേഷം ആണ് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മാറ്റി വെക്കാൻ തുടങ്ങിയത്. 23-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. മുതുകുരിശിയിൽ പണി തുടങ്ങിയപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് അന്നും ഒരു ഇതാണെങ്കിലും അല്ലാതെ ഒരു ലഘു നിക്ഷേപത്തിൻ്റെ സ്വഭാവം അന്നുണ്ടായിരുന്നു. അത് ഇന്നും ഉണ്ട്. ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധിയുടെ ചിത്രത്തോട് പിന്നെ നെഹ്റുവിൻ്റെ ചിത്രത്തോടുള്ള വലിയ നാണയങ്ങൾ കണ്ട്. അപ്പോഴാണ് അവിടെ നിന്നുകൊണ്ടാണ് കൂടുതൽ 84 കൂടുതൽ ശേഖരിക്കാൻ തുടങ്ങി. ഈ നാണയ ശേഖരം താല്പര്യം വരാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? നമുക്ക് ഇത് വെള്ളം തട്ടിയ കേട് വരാത്തൊരു സാധനമാണല്ലോ. ഇങ്ങനെ ഇതിനിപ്പോൾ എവിടെയെങ്കിലും പിന്നെ ഭൂമിയിൽ മണ്ണിൽ വീണാലും നശിച്ചു പോകാത്തൊരു സാധനമാണല്ലോ. അപ്പം അത് അങ്ങനെ ഒരു താല്പര്യമാണ്. അല്ലാതെ എവിടെ കണ്ടിട്ടോ കേട്ടിട്ടോ അങ്ങനെ? പിന്നീട് ഞാൻ അങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് പിന്നീടാണ് ഇങ്ങനെ നാണയങ്ങളൊക്കെ ശേഖരണങ്ങളൊക്കെ നമ്മൾ പേപ്പറിലും ഇപ്പോൾ കൂടുതൽ വാട്സപ്പിലും ഇതിലൊക്കെ കാണാൻ തുടങ്ങിയില്ല. അങ്ങനെയാണ് അപ്പോൾ തുടങ്ങിയത്. എന്തെങ്കിലും മാറ്റങ്ങളുള്ളത് അങ്ങനെ ഓരോന്നോ രണ്ടെണ്ണമൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ 2 പുറം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നല്ലത്. 2 ഉണ്ടെങ്കിലല്ലേ ഒരേ ഇതിൽ വെക്കുകയാണെങ്കിലും കാണിച്ചു കൊടുക്കാൻ കഴിയുക. തുടങ്ങുമ്പോൾ കേരളത്തിലെ നാണയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ? ഇന്ത്യൻ നാണയങ്ങൾ, കാശ്, ഓട്ടക്കാലിനെ അല്ലേ? ചെമ്പ് നാണയമാണോ? ചെമ്പ് നാണയം ആണ് എന്നൊക്കെ ആദ്യം ഇറങ്ങിയതൊക്കെ. പിന്നീട് ഇതേമാതിരി നാണയം പിന്നെ അങ്ങനെ കാണാം. പിന്നെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ നാണയ ശേഖരണത്തിലൊക്കെ പോയിട്ടാണ് ചിലതൊക്കെ മേടിക്കാൻ തുടങ്ങിയത്. അതൊക്കെ ഈ ഓട്ടമുക്കാലും 1 ജില്ലയും 1 പൈസയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. 15 വയസ്സിന് ശേഷമാണ് അന്ന് നോട്ടിനെ കാണാൻ തുടങ്ങിയത്. അമ്മയും ഞാനും മാത്രമാണുള്ളത്. അമ്മയ്ക്ക് പണിക്ക് പോയാൽ തന്നെ നെല്ലാണ് കിട്ടുക. 2 നാരയോ അല്ലെങ്കിൽ 3 നാരയോ നെല്ലാണ് കിട്ടുക. അതുകൊണ്ട് അതിന് നെല്ല് കൊടുത്തിട്ടാണ് അന്നൊക്കെ സാധനങ്ങൾ മേടിക്കുന്നത്. അന്നും ചിലപ്പോൾ ബാക്കി പൈസ ഉണ്ടെങ്കിൽ അവർ തരൽ 4 അണ, 1 മുക്കാൽ, 2 മുക്കാൽ ഒക്കെയാണ്. പിന്നെ കുട്ടിക്കാലത്ത് ഇതേമാതിരി അമ്മയുടെ നിന്ന് ഈ ഓട്ടമുക്കാൽ മേടിച്ചിട്ട് അന്ന് ചരടിൽ കെട്ടിയിട്ട് അങ്ങനെ നടക്കും. അത് കാണാൻ വേണ്ടി അന്ന് ചരടാണല്ലോ നമുക്കൊക്കെ ഉള്ളത്. അത് നടക്കുമ്പോൾ കൂട്ടുകാരൊക്കെ അങ്ങനെ കളിയാക്കും. എൻ്റെ അടുത്ത് പൈസ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും. അങ്ങനെയാണ് ഒരു നാണയത്തോടൊരു താല്പര്യം, ലോഹങ്ങളോടുള്ളൊരു താല്പര്യം കൊണ്ട്. കൂലി എന്നൊക്കെ എത്ര നാണയം ഉണ്ടാവും? അതിൻ്റെ ഒരു കണക്ക് ആ കാലത്ത്, പഴയ കാലത്ത് ഏത് കാലത്താണത്? അതെന്ന് വെച്ചാൽ ഞാൻ പണിക്ക് പോകാൻ തുടങ്ങിയത്, പഠിക്കാൻ പോയത് 68 ജൂൺ മാസത്തിലാണ്. 68 ജൂൺ മാസം സ്കൂൾ തുറന്ന് പിന്നെ 2 ദിവസം കൂടെ പോയി. 1-ാം ക്ലാസ്സിൽ പച്ചശ്ശേരി പഠിച്ചു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സ്ഥലം മേടിക്കുന്നത്. പിന്നെ 2ലേക്ക് ഇവിടെ മുതുകുരിശി വന്ന് സ്കൂളിൽ ചേർന്നു. പിന്നെ 4 കഴിഞ്ഞിട്ട് 5, 6, 7, 8 തച്ചമ്പാറ സ്കൂളിൽ പഠിച്ചു. 8 കഴിഞ്ഞ് പിന്നെ പഠിക്കാതിരിക്കാൻ കാരണം അതേമാതിരി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പക്ഷേ അന്ന് നോട്ട് ബുക്ക് മേടിക്കാനും അന്ന് 5 റുപ്യ ഫീസ് അടയ്ക്കണമായിരുന്നു. സ്കൂളിൽ ഫീസ് ഉണ്ടോ? അന്നുണ്ട്. അത് അടയ്ക്കാൻ മാർഗമില്ല. അപ്പോൾ അതിൻ്റെ സ്കൂൾ അടയ്ക്കണതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമ്മ കാലിന് ഈ വാദം പൊട്ടി നീര് ഉണ്ടായിട്ട് പൊട്ടിയിട്ട് 1-1.5 കൊല്ലം ചികിത്സ പിന്നെ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിട്ടാണ് ഇവിടെ വീട്ടിൽ പിന്നെ എനിക്ക് അമ്മയ്ക്ക് സഹായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പഠിത്തം നിർത്തേണ്ടി വന്നത്. അങ്ങനെയാണ് പിന്നെ പണി പഠിക്കാൻ പോയത്. കൈത്തൊഴിൽ, ഇരുമ്പ് പണി. കാർഷിക ഉപകരണം ഉണ്ടാക്കല്ലേ? ഇരുമ്പ് പണിയാണ്. ഏതൊക്കെ ഉപകരണം ഉണ്ടാക്കും? ഇപ്പോൾ കർക്കത്തി, മടാള്, നേരത്തെ പിന്നെ കോടാലി, തൂമ്പ,
പിന്നെ റബ്ബർ റബ്ബർ ടാപ്പിംഗ് കത്തി അതൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ആ ഇപ്പോൾ വലിയ സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അടിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് അതൊക്കെ ടാപ്പിംഗ് കത്തി മാത്രമാണ് ഇപ്പോൾ കാര്യമായിട്ട് പുതിയത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ബാക്കിയൊക്കെ റെഡിമെയ്ഡ് ഇപ്പോൾ യഥേഷ്ടം വന്ന കാരണം പിന്നെ അതും നമ്മളുണ്ടാക്കി കൊടുക്കുന്നതായിട്ട് വിലയിൽ 3 ഇരട്ടി പിന്നെ വ്യത്യാസം വരും വില. അപ്പോൾ അത് കാരണം നിർത്തിയതാണ്. പിന്നെ 2016 അറ്റാക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ അടിച്ചുപണിയില്ല. ആദ്യം ശേഖരിച്ച നാണയങ്ങളൊക്കെ ഇപ്പോൾ കൈവശമുണ്ടോ? ആ പിന്നീട് ബാക്കി നാണയങ്ങളൊക്കെ ശേഖരിക്കണം. അല്ല കുറേ പിന്നെ നേരെ അതിനായിട്ട് പിന്നെ അന്വേഷിച്ച് കൂടുതൽ പോയിട്ടില്ല. നമ്മുടെ അടുത്ത് കിട്ടുന്ന നാണയങ്ങൾ അങ്ങനെ ശേഖരിച്ച് മാറ്റങ്ങളുള്ള അത് 1, 2, 3 ഇങ്ങനെ മാറ്റി വെച്ച് ഉള്ള ശേഖരണമാണ്. പിന്നെ ഇല്ലാത്തത് ചിലപ്പോൾ അതേമാതിരി ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഈ നാണയ ശേഖരണങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പോയി പ്രദർശനം കാണാൻ പോയത്. അപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് ഇല്ലാത്തത് ചിലത് മേടിക്കണ്ടായിരുന്നു. ഞാൻ പഴയ ഒരു 10 രൂപ അതിന്ന് ഞാൻ ഇത് ആദ്യമായിട്ടാണ് അന്ന് കാണുന്നത് തന്നെ. ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം പാലക്കാട് ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. IMA ഹാളോ അതിലൊരു പ്രദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ പഴയ 10 രൂപ പാളന്നോട്ട് എന്നാണ് അന്നൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നത്. അതിൻ്റെ 100 രൂപയുണ്ട്. അതും അന്ന് കണ്ടു. പക്ഷേ മേടിക്കാനുള്ള കാശില്ലാത്തതുകൊണ്ട് മേടിച്ചില്ല. ഈ 10 രൂപ തന്നെ അന്ന് 400 റുപ്യാണ് അവർ പറഞ്ഞത്. എന്നിട്ട് പെശകിയിട്ട് 300 റുപ്യക്ക് തന്നു. ഈ വിദേശ നാണയങ്ങൾ ഇതേമാതിരി പിന്നെ ചിലവരൊക്കെ കിട്ടിയതാണ് നോട്ടുകളും. ഏതൊക്കെ രാജ്യങ്ങളുടെ നാണയമുണ്ടെന്ന് പറയാൻ കഴിയുമോ? ജപ്പാൻ, ഫ്രാൻസ്, അർജന്റീന, അമേരിക്ക, ഡോളർ, പിന്നെ UAE, USA അതൊക്കെ ഉണ്ട്. അത് 10-30ഓളം രാഷ്ട്രങ്ങളുടെ ഉണ്ട്. ഇപ്പോൾ നോട്ടുകൾ അത്രയില്ല എല്ലാതിൻ്റെ. ഈ ആൽബാക്കാൻ തുടങ്ങിയത് ആൽബാക്കാൻ തുടങ്ങിയത് കഴിഞ്ഞല്ലോ. അതിന് മുമ്പ് ഞാൻ ആൽബം ഈ സാധാരണ ഫോട്ടോ വെക്കണ പഴയ ആൽബം ഉണ്ടായിരുന്നു, സ്റ്റുഡിയോന്ന് കിട്ടുന്ന ആ ആൽബത്തിലാണ് വെച്ചിരുന്നത്. എന്നുവെച്ചാൽ അതിൽ വെക്കുമ്പോൾ നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് അതിന് അവിടെയും കൂടി ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ശേഖരിച്ച് വെച്ചു. ഓരോന്നോരോന്ന് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് അതിലിങ്ങനെ ഒട്ടിച്ച് വെച്ചു. പിന്നീടാണ് പിന്നെ കഴിഞ്ഞ കൊല്ലം ഒരു ശേഖരണം കാണാൻ പോയപ്പോഴാണ് പിന്നെ ഈ ആൽബം കണ്ടത്. അപ്പോൾ പിന്നെ അവിടുന്ന് 1 മേടിച്ചു. പിന്നീട് 2 മേടിച്ചു. പിന്നീട് ഈ വിദേശ നാണയത്തിനുള്ള ഒരു ആൽബം കൂടെ മേടിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ പിന്നെ വർഷത്തിനനുസരിച്ച് ഇന്ത്യൻ നാണയങ്ങൾ പിന്നെ 1835 തൊട്ടിട്ട് 2022 വരെയുള്ള കാലണ തൊട്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയ 20 റുപ്യ വരെ ഉള്ളത് പിന്നെ ശേഖരണത്തിലുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചല്ലോ 2000, 1000 ഒക്കെ. പഴയ 500-ഉം മഞ്ഞ 500-ഉം പിന്നെ 1000-ൻ്റെയും. ഇപ്പം ഈ പെൻഷൻകാരൊക്കെ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ വയസ്സായവരൊക്കെ അവരും പിന്നെ മക്കൾക്കും കൊടുക്കില്ല, അവരും ചിലവില്ല. അങ്ങനെ പിന്നെ ഇവിടെ അടുത്ത വീട്ടിൽ ഇപ്പം ഇന്നലെ മരിച്ച അവരിന്നൊരു 1000-ൻ്റെ 2 നോട്ട് കിട്ടിയത്. 2000-ൻ്റെ പിന്നെ മാറ്റി വെക്കാൻ സ്വയം കഴിഞ്ഞില്ല. ഇനി ആരെങ്കിലും അതേമാതിരി മാറ്റാത്തവരുണ്ടെങ്കിൽ തരികയാണെങ്കിൽ ശേഖരണത്തിൽ വെക്കുന്നത്.